ഐശ്വര്യത്തിന്റെയും ആഘോഷത്തിന്റെയും പൂവിളികളുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി. ഏവർക്കും സിൻഡ്രല്ലയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. പാദരക്ഷകൾ, ഫാൻസി, കോസ്മെറ്റിക്സ്, ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല്ല നിങ്ങൾക്കൊപ്പം. സന്ദർശിക്കുക സിൻഡ്രല്ല, പ്രണാമം കോംപ്ലക്സ്, ചൂണ്ടി, ആലുവ. രണ്ടു വയസ്സുള്ള കുഞ്ഞിന്റെ കരൾ മാറ്റിവെക്കുവാൻ വൈദ്യസഹായം തേടി ഡൽഹി എയിംസിലെ മലയാളി ഡോക്ടർ ശരത് RS എക്സിൽ പങ്കുവച്ച സന്ദേശത്തിൽ നിന്നുമാണ് വിജയകരമായ ഈ ശസ്ത്രക്രിയയുടെ തുടക്കം. രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർ സിറിയക് അബി സന്ദേശം കണ്ടതോടെ അപൂർവ ജനിതകരോഗം ബാധിച്ച ഉമറിന് മുമ്പിൽ ആശ്വാസമായി രാജഗിരി ആശുപത്രിയുടെ കരങ്ങളെത്തി. ഡോക്ടർ അബിയുടെ ലിവർ ടോക്ക് എന്ന എക്സ് അക്കൗണ്ടിലൂടെ കുഞ്ഞിന്റെ അമ്മ സാനിയുമായി സംസാരിച്ചു. പിന്നാലെ രാജഗിരി ആശുപത്രിയിലേക്ക് യാത്ര തിരിച്ചു. അമ്മ പകുത്തുകൊടുത്ത കരൾ 2 വയസ്സുകാരനെ തുന്നിച്ചേർക്കപ്പെടുമ്പോൾ മെഡിക്കൽ രംഗത്ത് പുതിയൊരു അധ്യായത്തിനാണ് തുടക്കം കുറിച്ചത്. ആലുവ രാജഗിരി ആശുപത്രിയിൽ നടന്ന കരൾ മാറ്റിവെക്കൽ ദാതാവിന്റെയും സ്വീകർത്താവിന്റെയും രക്തഗ്രൂപ്പിലെ പൊരുത്തമില്ലായ്മ മറികടന്നായിരുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ന്യൂഡൽഹിയിൽ നിന്ന് ഒരു പീഡിയാട്രിക് വിഭാഗത്തിലെ ഒരു ഡോക്ടർ എഴുതിയൊരു പോസ്റ്റാണ്. 1.5 വയസ്സുള്ള ഒരു കുട്ടിക്ക് കരൾ രോഗം വരികയും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെന്നും പറഞ്ഞ് അതിന് എന്ത് തരത്തിലുള്ള ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞൊരു പബ്ലിക് പോസ്റ്റ് ആയിരുന്നു അത്. മീഥൈൽ മെലോണിക് അസിഡീമിയ എന്ന് പറഞ്ഞൊരു രോഗമാണിത്, MMA. അതായത് ഒരു ജനറ്റിക് ഡിസീസാണ്. നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീന്റെ അംശം ചെല്ലുമ്പോൾ ഈ പ്രോട്ടീനെ ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിനകത്ത് ഈ മീഥൈൽ മെലോണിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു അംശം, ഒരു ദ്രാവകം നമ്മുടെ ബ്ലഡിൽ കൂടിയിട്ട് അത് ബ്രെയിനെയും കിഡ്നിനെയും ഹാർട്ടിനെയും ലങ്സിനെയും ലിവറിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു വളരെ മാരകമായ രോഗമാണ്. വളരെ റെയർ ആണ്, പക്ഷേ ലോങ് ടേമിൽ ഇത് ഫെയ്റ്റിലാണ്. കുട്ടികൾ വളരെ ഏർലി മരിച്ചു വന്നൊരു അസുഖമാണിത്. ശരീരത്തിൽ മെത്തിൽമെനോണിക് ആസിഡിന്റെ അളവ് വർദ്ധിച്ച തലച്ചോറിന്റെയും വൃക്കകളുടെയും പ്രവർത്തനത്തെയും ചലനശേഷിയെയും ബാധിക്കുന്ന മെത്തിൽമെനോണിക് അസിഡീമിയ എന്ന അപൂർവ ജനിതരോഗം ബാധിച്ച ന്യൂഡൽഹി ഓഗല സ്വദേശിയായ ഉമറിന്റെ കരളാണ് മാറ്റിവെച്ചത്. മെറ്റബോളിക് ക്രൈസിസ് എന്ന് പറഞ്ഞൊരു ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷനിലോട്ടാണ് ഉമർ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ആകെ ഉണ്ടായിരുന്ന മാർഗം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആയിരുന്നു. നമുക്ക് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയപ്പോൾ അതൊരു മിസ്മാച്ച് ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ ഇൻകോമ്പാറ്റബിൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് ചെയ്തത്. ഓൾ ഓവർ ഇന്ത്യ റെയർ ഡിസീസ് ആണെങ്കിലും ഇത് കുറേ പിള്ളേർക്ക് ഇങ്ങനത്തെ അസുഖങ്ങളുണ്ട്. സാനിയുടെ കുടുംബത്തിന്റെ അവസ്ഥയറിഞ്ഞ ശസ്ത്രക്രിയാ ചെലവിൽ 40 ലക്ഷത്തോളം രൂപ രാജഗിരി ആശുപത്രി വഹിച്ചു. കുഞ്ഞിന്റെ ആരോഗ്യനില സാധാരണ നിലയിലെത്തിയെന്ന ഡോക്ടർമാർ അറിയിച്ചു. എയിംസിലെയും രാജഗിരിയിലെയും ഡോക്ടർമാരുടെ സഹകരണം ശസ്ത്രക്രിയ വിജയകരമാകാൻ സഹായിച്ചെന്ന് രാജഗിരി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജിജി കുരുട്ടുകുളം പറഞ്ഞു.